ലോകത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളിൽ ഒന്നായ അഡ്വാൻസ്ഡ് എക്സാമിൽ ഓൾ ഇന്ത്യ 134 റാങ്കോടെ കേരള ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന റോഷനാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. റോഷൻ, അപ്പോൾ ആദ്യമേ തന്നെ കൺഗ്രാജുലേഷൻസ്. ഏറെ പ്രത്യേകതയുള്ളൊരു മറ്റൊരു കാര്യം, ഇന്നാണ് റിസൾട്ട് വന്നത്. ഇന്ന് തന്നെയാണ് റോഷൻ്റെ ജന്മദിനം എന്നുള്ളതും. അപ്പോൾ ഏറ്റവും മികച്ചൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ് റോഷൻ ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേകത, ഹാപ്പി ബർത്ത്ഡേയും കൂടെ. ഓക്കെ, ഇത്രയും നല്ലൊരു ബർത്ത്ഡേ വേറെ കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെ നമുക്കറിയത്തില്ല. യെസ്, അപ്പോൾ റോഷൻ, കേരള ഫസ്റ്റ് ഓൾ ഇന്ത്യ റാങ്ക് 134, എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്? ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. സാധാരണ ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പം ഇന്ന് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് നോക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നേരത്തെ തന്നെ റിസൾട്ട് വന്നു. അതിൽ ഇത്രയും റാങ്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം റോഷനെ ആദരിക്കുന്നതിനായിട്ട് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായ സെബാസ്റ്റ്യൻ സാറും നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. സാറിന് മൈക്ക് കൈമാറുന്ന സാർ, എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്? ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഏറ്റവും മികച്ച വിജയം കേരളത്തിലെ ടോപ്പായി വന്ന റോഷന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതോടൊപ്പം നല്ലൊരു ഹാപ്പി ബർത്ത്ഡേയും ആശംസിക്കുന്നു. ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള വിജയങ്ങൾ ഇവനുണ്ടാക്കാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അതോടൊപ്പം ഇവരുടെ മാതാപിതാക്കൾ, അവരെ പ്രത്യേകം നമ്മളിവിടെ സ്മരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവരാണ് ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് ഇവനെ എത്തിച്ചത്, ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. അപ്പം ഒത്തിരിയധികം സന്തോഷം. അവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പച്ചനുണ്ട്, വല്യമ്മച്ചിയുണ്ട്, എല്ലാവർക്കും ബ്രില്യൻറ്റിൻ്റെ പേരിൽ എല്ലാവിധ സ്നേഹാദരങ്ങളും നേരും. അപ്പോൾ വളരെ എന്താ പറയുക, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സെബാസ്റ്റ്യൻ സാർ ഇപ്പോൾ പറഞ്ഞത്. കാരണം പേരൻസിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മികച്ച വിജയം നേടുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും കാര്യം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ റോഷൻ്റെ ഫാദർ രാജു സാർ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, വളരെ വളരെ സന്തോഷമാണ്. മോൻ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. മോൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. പലപ്പോഴും കുറേ സെറ്റ് ബാക്സുകളും ചിലപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ പിന്നെയും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കരുതി അവൻ വളരെ ബുദ്ധിമുട്ടി വന്നു. അങ്ങനെ ആ നന്നായിട്ട് ത്യാഗങ്ങൾ സഹിച്ച് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം മോന് കിട്ടി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ബ്രില്യൻ്റ് കുടുംബത്തിലെ എല്ലാവർക്കും സന്തോഷമുണ്ട്. KE സ്കൂളിലുള്ള എല്ലാവർക്കും സന്തോഷം. ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഞങ്ങളെല്ലാവരും നമുക്കൊന്നിച്ച് ഈ സന്തോഷം പങ്കുവയ്ക്കാം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അടുത്തായി റോഷൻ്റെ അമ്മയ്ക്ക് എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത് നമുക്ക് നോക്കാം. വളരെ സന്തോഷമാണുള്ളത്. ഞങ്ങളുടെ മോൻ റോഷൻ ഈ 2 വർഷക്കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവൻ മുഴുവൻ സമയം ബ്രില്യൻറ്റിൻ്റെ കൂടെ തന്നെയായിരുന്നു. ആ ഒരു റിസൾട്ട് ബ്രില്യൻറ്റ് അവന് സമ്മാനിച്ചു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അടുത്തായി നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ IIT ബാച്ചുകളുടെ ഒരു എന്താ പറയുക, ഒരു നെടുന്തൂണ് നമുക്ക് പറയാൻ സാധിക്കുന്ന ബിനോയ് സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, റോഷൻ്റെ വിജയത്തിൽ ആദ്യമായിട്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. മാതാപിതാക്കൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ സ്കൂളിലെ പ്രിൻസിപ്പലിനും സ്കൂളിൻ്റെ അധികൃതർക്കും എല്ലാവർക്കും നന്ദി നേരുന്നു. നമുക്കറിയാം, വളരെ കഷ്ടപ്പെട്ട നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ട് പഠിച്ച നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ JEE മെയിനും നല്ല റാങ്ക് നേടിയിരുന്നു. അതുപോലെ കീമിന് 100% നേടി. ഇനി കീമിൻ്റെ റാങ്ക് വരുന്നു, അതിനും ഏറ്റവും നല്ല റാങ്ക്, ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി ബ്രില്യൻറ്റിൻ്റെ IIT എയിംസ് റെസിഡൻഷ്യൽ ബാച്ചിൻ്റെ കോർഡിനേറ്റർമാരിൽ ഒരാളായ ജൂണി സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജൂണി സാർ, റോഷൻ്റെ ഒരു വിജയത്തിൽ 2 വാക്ക്. വളരെയേറെ സന്തോഷം, അതിനേക്കാൾ ഉപരി അഭിമാനമുണ്ട്. കാരണം ഞങ്ങളുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ നിന്ന് ഒരു കേരള ടോപ്പറായിട്ട് വന്നു. അതിൽ റോഷൻ്റെ അച്ഛൻ പറഞ്ഞ അതേ വാക്ക് ഞാൻ കടമെടുക്കുന്നു, കൺസിസ്റ്റൻ്റ് എന്ന വാക്ക്. അത് ബാക്കിയുള്ള ഇനി പഠിച്ചു വരുന്ന കുട്ടികൾക്കും അതൊരു മോട്ടോ ആയിട്ട് തന്നെ എടുക്കണം. കൺസിസ്റ്റൻ്റ് എന്നുള്ളൊരു വാക്ക്, ആ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് കിട്ടിയിരിക്കുന്നത്. ബിനോയ് സാർ പറഞ്ഞതുപോലെ കേരള 100%ലുണ്ട്. ഇനിയും നിൻ്റെ അടുത്ത് വരാൻ ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടട്ടെ എന്ന് വീണ്ടും ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അടുത്തതായി KE മാന്നാനം സ്കൂളിലെ റോഷൻ്റെ കോർഡിനേറ്ററായ ബിജോറ്റി സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ആദ്യം തന്നെ റോഷൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ വിജയത്തിന് തൂണായി വന്നിരിക്കുന്ന പേരൻസ്, അവരുടെ ഒരു സപ്പോർട്ട്, ഒപ്പം സ്കൂളിലെ പ്രിൻസിപ്പൾ ജെയിംസ് മുല്ലശ്ശേരി അച്ഛന് സപ്പോർട്ട്, സ്കൂളിലെ എല്ലാ അന്തരീക്ഷവും
നന്നായിട്ട് മാക്സിമം റോഷൻ ഉപയോഗിക്കാണ്ട് സാധിച്ചു. അതിൻ്റെയൊക്കെ ഒരു കൂട്ടായ ഒരു വിജയമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും. മാത്രമല്ല +1 +2നൊപ്പം ഈ എൻട്രൻസ് കൂടെ ഒരുമിച്ച് ഉണ്ടാകാൻ പറ്റിയതാണ് ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് കുട്ടികൾ അവിടെ വന്ന് പഠിച്ച് നല്ല റാങ്ക് പഠിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിലേക്ക് ഏറ്റവും നല്ല കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് മാർക്ക് കുറയുമ്പോഴും കൂടുമ്പോഴും സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് അതെല്ലാം ഫേസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ 100% റോഷൻ്റെ ഒരു ഹാർഡ് വർക്ക് തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ പേരൻസൊക്കെ മിക്കവാറും അവിടെയൊക്കെ വരും. മിക്കവാറും ഞായറാഴ്ചകൾ വന്ന് പല കാര്യത്തിലൊക്കെ ഓടി വന്ന് നല്ല സപ്പോർട്ട് പേരൻസും കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഞങ്ങൾ കാണാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു വിജയം, എല്ലാം ദൈവാനുഗ്രഹം പോലെ വന്ന് ഒത്തുചേർന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. കഴിഞ്ഞ 2 വർഷത്തെ ആ ഒരു കാലയളവിൽ റോഷനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതും ഏറ്റവും കൂടുതൽ സപ്പോർട്ടും കൊടുത്തത് തീർച്ചയായിട്ടും റോഷൻ്റെ ക്ലാസ് ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ റോഷൻ്റെ ക്ലാസ് ടീച്ചറായ ജോസഫ് സാറും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, അപ്പോൾ എങ്ങനെയായിരുന്നു റോഷൻ്റെ ആ ഒരു പ്രോഗ്രസ്? എല്ലാവരും പറഞ്ഞ പോലെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു രീതിയായിരുന്നു റോഷൻ്റേത്. അപ്പോൾ അത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ജോസഫ് സാർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ആദ്യമേ തന്നെ റോഷൻ്റെ ഇത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അഡ്വാൻസിൽ ഇത്രയും നല്ല റിസൾട്ട് ഓൾ ഇന്ത്യ 134 റാങ്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കേരള ടോപ്പ് റാങ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് റോഷൻ കൈവച്ചിരിക്കുന്നത്. റോഷൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയും അതോടൊപ്പം തന്നെ റോഷൻ്റെ എഫർട്ടും ഹാർഡ് വർക്കും ഇതിന് കൂടി കിട്ടിയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ റോഷനെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റോഷൻ്റെ മാതാപിതാക്കളെയും പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ റോഷനോടൊപ്പം തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ മറ്റു കുട്ടികളെയും പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ബ്രില്യൻറ്റിൻ്റെ ഫാമിലി മാത്രമല്ല ഈ ഒരു വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും റോഷൻ്റെ ഫാമിലി മൊത്തം ഇവിടെയുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ വാക്കുകൾ നമുക്ക് കേട്ടു. ഇനി റോഷൻ്റെ ആൻറ്റി ഇവിടെ നിൽപ്പുണ്ട്. റോഷൻ്റെ ആൻറ്റിക്ക് എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? ഐ എം റിയലി പ്രൗഡ് ഓഫ് യു റോഷൻ. ഒപ്പം എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോടും അധ്യാപകരോടൊപ്പം നല്ല കീഴ്വഴക്കത്തോടും ആത്മാർത്ഥതയോടും കൂടി കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണത്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. അടുത്തായി റോഷന്റെ ഗ്രാൻഡ് പേരൻസ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ റോഷന്റെ വല്യപ്പച്ചൻ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി റോഷന് അഭിനന്ദനങ്ങൾ നേരാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ഈ സഹായം ചെയ്തു കൊടുത്ത അധ്യാപകർക്കും എല്ലാവർക്കും നന്ദിയും സ്നേഹവും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ റോഷൻ എല്ലാവിധ ആശംസകളും ഒന്നുകൂടി നേരുന്നു. അപ്പോൾ നേരത്തെ കണ്ടപ്പോൾ റോഷൻ പറഞ്ഞൊരു കാര്യം, റോഷന് ഗെയിം ഡിസൈനിങ്ങിലാണ് താല്പര്യം. ഒരുപാട് ഗെയിമൊക്കെ ഡിസൈൻ ചെയ്യാനാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ ആ ഒരു ആഗ്രഹം നേടിയെടുക്കട്ടെ. ആശിച്ച IIT-യിൽ തന്നെ റോഷന് അഡ്മിഷൻ ലഭിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.